യുണൈറ്റഡിനെ സംബന്ധിച്ചൊരു വളരെ നിർണായകമായുള്ള എത്രയോ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു അവിസ്മരണീയ വിജയം എന്ന് പറയേണ്ടി വരും. കാരണം സമീപകാലത്തൊന്നും യുണൈറ്റഡ് ഈ രീതിയിലുള്ള ഒരു ഗംഭീര കംബാക്ക് എന്നൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റമോൺ ടാഡ എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. പക്ഷെ റയലിനൊന്നും അത് സാധ്യമായില്ല ഇത്തവണ. പക്ഷെ യുണൈറ്റഡ് അത് ശരിക്കും തെളിയിച്ചു എങ്ങനെയാണ് ഒരു മത്സരം, ഒരു ഡ്രാമാറ്റിക് ഫിനിഷ്, ഒരു പോട്ട് ബോയിലറായുള്ള ഒരു ത്രില്ലർ ഫിലിമിന്റെ, ഒരു ആബ്സല്യൂട്ട് സിനിമയുടെ ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 10 പേരുമായി കളിച്ച് 2 ഗോളുകൾ തിരിച്ചടിച്ച് ഒളിമ്പിക് ലിയോൺ മത്സരം സ്വന്തമാക്കി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ആ കമന്ററി ഒക്കെ നമ്മൾ കേട്ടത്, അതായത് അവരുടെ കംബാക്കിനെ കുറിച്ചൊക്കെയാണ് കമന്റേറ്റർ വർണ്ണിച്ചുകൊണ്ടിരുന്നത്. ലിയോൺ ഗംഭീരമായി തിരിച്ചു വന്നിരിക്കുന്നു, യുണൈറ്റഡിന്റെ സീസൺ അവസാനിച്ചു എന്നൊക്കെ രീതിയിലായിരുന്നു കമന്ററി. അവിടെ നിന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫുട്ബോൾ ആണ് എന്നുള്ളത് വീണ്ടും തെളിയിക്കുന്ന ഒരു കംബാക്കാണ് യുണൈറ്റഡ് നടത്തിയിരിക്കുന്നത്. 13-ാം മിനിറ്റിൽ 4-2 പിന്നിൽ നിൽക്കുന്നു. 7-8 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ആർക്കും ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാണ് 3 ഗോളുകൾ 7 മിനിറ്റിനുള്ളിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗിന്റെ സെമിയിലേക്ക് കടന്നിരിക്കുന്നത്. യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ സീസണിലെല്ലാം നഷ്ടമായതാണ്. അമോറിമിനാണെങ്കിലും യുണൈറ്റഡിനാണെങ്കിലും നിരാശകളുടെ ദിനങ്ങൾ തന്നെയായിരുന്നു ഇത്രയും ദിവസം. പക്ഷെ അതിനിടയിൽ ഒടുവിൽ അവരുടെ ഒരു ലക്ഷ്യത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. കാരണം അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള ഏക മാർഗമാണ് യൂറോപ്പ ലീഗ് കിരീടം ജയിക്കുക എന്നുള്ളത്. അതിപ്പം യുണൈറ്റഡിന് എല്ലാ അർത്ഥത്തിലും വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ശരിക്കും ഒരു റിഡംഷൻ ആണ് യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്.